നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പള്ളി കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇടവക അംഗം. ഇടവകയിൽ ഒറ്റപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായി ആരോപണം. ശക്തമായ മഴയിൽ റോഡ് ചെളിക്കുണ്ടായി മാറിയതോടെ കാൽനടയായി പോലും കടന്നുപോകാൻ കഴിയാതെ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് ചിന്നക്കനാൽ 301 ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾ. ആലുവ മൂന്നാർ രാജപാതയും മലയോര ഹൈവേയും തുറക്കണമെന്നാവശ്യപ്പെട്ട് മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. രാജപാത തുറന്നു നൽകണമെന്ന ആവശ്യം. വിനായക ചതുർത്ഥിയുടെ ഭാഗമായി തേനിയിൽ നടന്ന ഘോഷയാത്രയിൽ വേറിട്ട കാഴ്ചയായി അരിക്കൊമ്പൻ. കൃത്രിമമായി നിർമ്മിച്ച ആനയുടെ കഴുത്തിലാണ് അരിസിക്കൊമ്പൻ എന്ന് പേര് തൂക്കി ഘോഷയാത്രയിൽ അണിനിരന്നത്. വിശദമായ വാർത്തകളിലേക്ക്. ശാന്തൻപാറ തൊട്ടിക്കാനം സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളി കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇടവക അംഗം. സേനാപതി സ്വദേശി വാഴപ്പള്ളിക്കുടിയിൽ സണ്ണി കുര്യാക്കോസാണ് ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇടവകയിൽ ഒറ്റപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായി ആരോപണം. നിയമ നടപടിക്കൊരുങ്ങുകയാണ് യുവാവ്. ശാന്തൻപാറ ഗ്രാമപഞ്ചായത്തിന്റെ തൊട്ടിക്കാനത്ത് സ്ഥാപിതമായിരിക്കുന്ന സെന്റ് ജോർജ് യാക്കോബായ സുറിയാനി പള്ളിയിലെ ഭരണസമിതിക്കും ഇടവക വികാരിക്കുമെതിരെയാണ് ആരോപണങ്ങളുമായി ഇടവക അംഗമായ യുവാവ് രംഗത്തെത്തിയിരിക്കുന്നത്. സേനാപതി സ്വദേശി വാഴപ്പള്ളിക്കുടിയിൽ സണ്ണി കുര്യാക്കോസാണ് രാജാക്കാട് വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ വിവിധ ആരോപണങ്ങൾ ഉന്നയിച്ചത്. എൻ്റെ പേരിൽ ഞാൻ അറിയാതെ എൻ്റെ പേരിൽ ഒരു 1,20,000 രൂപ അടുത്ത് കുടിശ്ശിക എഴുതി വെച്ചിട്ടുണ്ട്. അത് എന്ത് മാനദണ്ഡത്തിൻ്റെ പേരിലാണ് ആ കുടിശ്ശിക എഴുതി വെച്ചേക്കണം എന്നുള്ളത് എനിക്കറിയത്തില്ല. പള്ളിയിലെ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ആളായിരുന്നു. അപ്പോൾ ഈ മാനേജറെ സഹായിക്കുന്ന എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. ഞാൻ ആ മാനേജറെ സഹായിച്ചു. അച്ഛൻ പറയണ പൈസ ഞാൻ സ്കൂളിൽ നിന്ന് മേടിച്ച് അച്ഛൻ പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുക്കുകയും അതിൻ്റെ ബില്ല് മേടിച്ച് അച്ഛനെ ഏൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിൽ കൂടുതലൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ബാക്കി കാര്യങ്ങളും കണക്കെല്ലാം അച്ഛനാണ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ഭവന കൂദാശ നടത്തിത്തരാതെ ഇടവകയിൽ ഒറ്റപ്പെടുത്തുന്നു. എടുക്കാത്ത പണം എടുത്തു എന്ന് ആരോപിച്ച് കമ്മിറ്റിയിലും ഇടവകയിലും കള്ളനായി മുദ്രകുത്തി അധിക്ഷേപിക്കുന്നു, മാനസികമായി പീഡിപ്പിക്കുന്നു, ഭീഷണിപ്പെടുത്തുന്നു. ഭാര്യ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ചെന്ന് പണം ആവശ്യപ്പെട്ട് ഭരണസമിതി അംഗങ്ങൾ അപമാനിച്ചുവെന്നും ഇയാൾ ആരോപിക്കുന്നു. ഭാര്യ വർക്ക് ചെയ്യുന്ന കടയിൽ പോയി അച്ഛൻ പൈസ അടയ്ക്കണമെന്ന് ഭാര്യയോട് പറയുകയും ഭാര്യയ്ക്ക് അത് ഭയങ്കര വിഷമം ഉണ്ടാവുകയും ചെയ്തു. ഈ അച്ഛന് അവിടെ പോയി പറയേണ്ട യാതൊരു ആവശ്യമുള്ളതല്ല. കടയിൽ പോയി ഈ ഭാര്യയോട് പൈസ ചോദിക്കേണ്ട കാര്യമേ ഇല്ല അച്ഛന്. പള്ളിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് നിലവിലില്ലാത്ത ജോലിയുടെ പേരിൽ ഉദ്യോഗാർത്ഥിയുടെ കയ്യിൽ നിന്നും പണം ആവശ്യപ്പെട്ടത് കമ്മിറ്റിയിൽ ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് കമ്മിറ്റി ഭാരവാഹികൾ ഒറ്റപ്പെടുത്തി അധിക്ഷേപിക്കുന്നതെന്നും സണ്ണി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ജീവന് ഭീഷണിയുള്ളതിനാൽ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും സണ്ണി വ്യക്തമാക്കി. ഇത് മാധ്യമത്തിൽ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ഇടവക പള്ളിയിൽ നിന്ന് അല്ലെങ്കിൽ മറ്റുള്ള ഇതിൽ നിന്ന് എനിക്ക് ഭീഷണി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ എനിക്കുണ്ടാകുന്ന എന്ത് ഇതാണെങ്കിലും അതിൻ്റെ ഉത്തരവാദി ആ പള്ളിയിലെ അച്ഛനും അവിടുത്തെ കമ്മിറ്റി അംഗങ്ങളുമായിരിക്കും. യുവാവിന്റെ ആരോപണങ്ങൾ പള്ളി പൊതുയോഗത്തിൽ ചർച്ച ചെയ്ത ശേഷം മതമേലധ്യക്ഷന്മാരുടെ നിർദ്ദേശപ്രകാരം സംഭവത്തിൽ പ്രതികരിക്കുമെന്ന ഇടവക വികാരിയും വ്യക്തമാക്കി. സിറ്റി വിഷൻ, രാജാക്കാട്. ശക്തമായ മഴയിൽ റോഡ് ചെളിക്കുണ്ടായി മാറിയതോടെ കാൽനടയായി പോലും കടന്നുപോകാൻ കഴിയാതെ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് ചിന്നക്കനാൽ 301 ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾ. ആദിവാസി കുടുംബങ്ങളെ പുനരധിവസിപ്പിച്ച് 2 പതിറ്റാണ്ട് പിന്നിടുമ്പോഴും അടിസ്ഥാന വികസനമായ റോഡ് പോലും ഇവർക്ക് അന്യമാണ്. വർഷങ്ങളായി യാത്രാ ദുരിതം അനുഭവിക്കുമ്പോഴും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. മഴ പെയ്താൽ പിന്നെ 301 ആദിവാസി കുടുംബങ്ങൾക്ക് പുറം ലോകത്തേക്ക് എത്തണമെങ്കിൽ ഒരു മാർഗവുമില്ലാത്ത അവസ്ഥയാണ്. ചെളിക്കുണ്ടായി മാറിയ റോഡിലൂടെ ആകെ എത്തുന്നത് 4 വീൽ ജീപ്പുകൾ മാത്രം. ഇവരും ഇവിടേക്ക് പോകാൻ മടിക്കും. കാരണം ഓട്ടം പോയാൽ കിട്ടുന്ന പണം വണ്ടിക്ക് അറ്റകുറ്റപ്പണികൾക്ക് പോലും തികയുന്നില്ലെന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നതും ഈ ചെളിക്കുണ്ട് താണ്ടി. ഈ ദുരിതയാത്രയ്ക്ക് ഒന്നും രണ്ടുമല്ല, 2 പതിറ്റാണ്ടിന്റെ പഴക്കമുണ്ട്. എന്നിട്ടും പരിഹാരം കാണാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല. പഞ്ചായത്ത് മെമ്പർ മുതൽ ജില്ലാ കളക്ടർ വരെ ഇവിടെ നേരിട്ടെത്തി സന്ദർശനം നടത്തി മടങ്ങി.
എന്നിട്ടും 301 യാത്രാ ദുരിതത്തിന് പരിഹാരമെന്നത് പ്രഖ്യാപനങ്ങളിൽ മാത്രം. മൊത്തം തീരെ മോശമാണ്. ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത്ര വർഷമായിട്ട് ആ റോഡ് നന്നാക്കി തരുന്നില്ല സർക്കാർ. എല്ലാ ഉദ്യോഗസ്ഥന്മാരോടും ഞങ്ങൾ കാര്യം പറയുന്നുണ്ട്, വിളിച്ചുകൊണ്ട് വന്ന് കാണിക്കുന്നുണ്ട്. ജില്ലാ കളക്ടർ വന്ന് കണ്ടിട്ടുണ്ട്, എത്ര ഉദ്യോഗസ്ഥന്മാർ MLA MP എല്ലാം കണ്ടിട്ടും ഞങ്ങൾക്ക് ഈ കേസ് തന്നെ ഇതുവരെ ഒരു നടപ്പിലിതുവരെ ആകുന്നില്ല. പക്ഷേ ഇത് എത്രയും വേഗം നടപ്പിലാക്കി സർക്കാർ തരണമെന്ന് ഞങ്ങൾ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ്. രാത്രികാലത്ത് ആശുപത്രി ആവശ്യമുണ്ടായാൽ പോലും വാഹനങ്ങൾ എത്താത്ത അവസ്ഥയാണ്. ചിന്നക്കനാൽ സിങ്ങുകണ്ടം റോഡിൽ നിന്നും ഉന്നതിയിലേക്ക് റോഡ് തുടങ്ങുന്നത് മുതൽ മൺ റോഡാണ്. ശക്തമായ മഴവെള്ളപ്പാച്ചിലിൽ റോഡ് കുത്തിയൊലിച്ചു പോവുകയും ചെയ്തിട്ടുണ്ട്. മഴ മാറുമ്പോൾ വാഹനം എത്തിക്കാൻ ഇവർ തന്നെ മണ്ണിട്ട് കുഴികൾ നികത്തും. എങ്കിലും അടുത്ത മഴയെത്തുന്നതോടെ ഇവിടം വീണ്ടും മണ്ണൊലിച്ചുപോയി കുളമായി മാറും. കാലങ്ങളായി നിലനിൽക്കുന്ന യാത്രാ ദുരിതത്തിന് ശാശ്വതമായ പരിഹാരം കാണണമെന്നതാണ് ആദിവാസി കുടുംബങ്ങളുടെ ആവശ്യം. സിറ്റി വിഷൻ, ചിന്നക്കനാൽ. 301 ഉന്നതിയിലേക്കുള്ള റോഡ് നിർമ്മിക്കുന്നതിന് ST ഡിപ്പാർട്ട്മെന്റിന്റെ ഫണ്ട് വിനിയോഗിക്കുന്നതിന് മുമ്പ് തീരുമാനമെടുത്തതാണെന്നും പഞ്ചായത്ത് പിന്നീട് എസ്റ്റിമേറ്റ് അടക്കം എടുത്തു നൽകുകയും ചെയ്തിട്ടും ഡിപ്പാർട്ട്മെന്റ് കാര്യക്ഷമമായി ഇടപെടാത്തതാണ് റോഡ് നിർമ്മാണം വൈകാൻ കാരണമെന്നും ചിന്നക്കനാൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NM ശ്രീകുമാർ റോഡ് ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ഇടപെടൽ നടത്തുമെന്നും ശ്രീകുമാർ സിറ്റി വിഷനോട് പറഞ്ഞു. കോളനിയിലെ നമ്മുടെ റോഡിൻ്റെ അവസ്ഥ വളരെ ശോചനീയമാണ്. 6 മാസമായി നമ്മളവിടെ ആദ്യം ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് യോഗം ചേരുകയും ആ റോഡിന് എസ്റ്റിമേറ്റ് എടുക്കാനൊക്കെ പറഞ്ഞ് പഞ്ചായത്തിൽ നിന്ന് എസ്റ്റിമേറ്റ് എല്ലാം എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കമ്മ്യൂണിറ്റി ഹാൾ പണിയുന്നതിൻ്റെ എസ്റ്റിമേറ്റും എടുത്തിട്ടുണ്ട്. ഇതുവരെ നടപടികളൊന്നും ആയിട്ടില്ല. ഉടനെ തന്നെ ആ റോഡിൻ്റെ ശോചനീയാവസ്ഥ പരിഗണിക്കണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. ഇനി പൊന്നോണ കാഴ്ചകൾ. ഓണം ഉണ്ടറിയണമെന്നാണ് പറയാറ്. ഓണക്കോടിയും ഊഞ്ഞാലും ഓണപ്പൂക്കളവും ഒക്കെ ഉണ്ടെങ്കിലും ഓണസദ്യ കൂടി എത്തുമ്പോഴേ മലയാളിയുടെ ഓണാഘോഷം പൂർണ്ണമാകൂ. ഓണസദ്യയിൽ ഒഴിച്ചുകൂടാനാവാത്ത എന്നാൽ സർവ്വസാധാരണമായ വിഭവമാണ് പപ്പടം. വിപണിയിൽ പപ്പടത്തിന് ഏറ്റവും അധികം ആവശ്യക്കാർ ഏറുന്നത് ഓണക്കാലത്താണ്. ഈ ഓണക്കാലത്തും പപ്പട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ തിരക്കിലാണ്. കാണാം ഇനി ഒരൽപ്പം പപ്പട വിശേഷം. ഓണപ്പൂക്കളവും ഓണക്കോടിയും ഊഞ്ഞാലുമൊക്കെ ഉണ്ടെങ്കിലും ഓണസദ്യ കൂടി എത്തുമ്പോഴേ മലയാളിയുടെ ഓണാഘോഷം പൂർണ്ണമാകും. തൊടുകറികളും തുമ്പപ്പൂച്ചോറും നിറഞ്ഞിരിക്കുന്ന തൂശനിലയിൽ നിറയെ കുമിളകളുമായി സ്വർണ്ണ നിറത്തിലുള്ള പപ്പടം കൂടിയാകുമ്പോഴേ ഓണസദ്യ തൃപ്തിയാകും. ഓണസദ്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത വിഭവമെന്ന നിലയിൽ വിപണിയിൽ പപ്പടത്തിന് ഏറ്റവും അധികം ആവശ്യക്കാർ എഴുതുന്നത് ഓണക്കാലത്താണ്. അതുകൊണ്ട് തന്നെ പപ്പട നിർമ്മാണ മേഖലയിൽ പ്രവർത്തിക്കുന്നവരിപ്പോൾ തിരക്കിലാണ്. നമുക്കിപ്പോൾ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് നമുക്ക് ഈ ഓണക്കാലമാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അതിനനുസരിച്ച് സാധനങ്ങൾ ഒത്തിരി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. പപ്പടം പൊടിക്കുന്നത് പോലെ അത്ര നിസ്സാരമല്ല പപ്പട നിർമ്മാണം. ഉഴുന്ന, പപ്പടക്കാരം, അരിപ്പൊടി, നല്ലെണ്ണ ഇവയൊക്കെയാണ് പപ്പട നിർമ്മാണത്തിന് ആവശ്യമായ ചേരുവകൾ. അളവുകൾ കടുകിട തെറ്റിയാൽ പപ്പടം പൊള്ളില്ല. ഉണക്ക് കൃത്യമായിരിക്കണം. കനം കൂടാനും കുറയാനും പാടില്ല. ഉഴുന്ന, പപ്പടക്കാരം ഇവയുടെ ഗുണമേന്മ കുറഞ്ഞാലും പപ്പടത്തിന്റെ സ്വഭാവം മാറും. ഉഴുന്നടക്കമുള്ള ചേരുവകളുടെ വിലവർദ്ധനവ് ഈ ഓണക്കാലത്ത് വില്ലനായിട്ടുണ്ടെന്ന് പപ്പട നിർമ്മാണ യൂണിറ്റ് ഉടമയായ ബാബു പറയുന്നു. അതേപോലെ തന്നെ നമുക്ക് മാവ്, ഇപ്പോൾ ഉഴുന്നുമാവാണ് ഞങ്ങളുടെ ഈ പപ്പടം ഉണ്ടാക്കാനുള്ള മെയിൻ ഘടകം. പക്ഷെ അത് ഒരു 4-5 വർഷം മുന്നേയൊക്കെ ആണെങ്കിൽ ഒരു 75-80 രൂപയ്ക്ക് കിട്ടിയിരുന്നത് ഇപ്പോൾ 110-115 രൂപ ആയി വില. അതേപോലെ തന്നെ ഇതിൽ ചേർക്കുന്ന പപ്പടക്കാരത്തിനൊക്കെ 40 രൂപ ഉണ്ടായിരുന്നു, ഇപ്പോൾ 75-80 രൂപ അത്തരത്തിൽ വിലയായി. 1 കിലോഗ്രാം പപ്പടത്തിന് 200 രൂപ വരെയാണ് ഈ ഓണക്കാലത്തെ ചില്ലറ വിൽപ്പന വില. നിർമ്മാണ ചെലവ്, മഴ തുടങ്ങിയ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ഈ ഓണക്കാലത്തെ പ്രതീക്ഷയോടെ കണ്ടാണ് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മുന്നോട്ട് പോകുന്നത്. സിറ്റി വിഷൻ, അടിമാലി. വെളുത്തുവൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിപുലമായ ഓണാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ച് വെളുത്തുവൽ ടൗണിൽ വർണ്ണാഭമായ റാലിയും നടത്തി. സ്കൂളിൽ സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ പ്രിൻസിപ്പാൾ സിതാര KM ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ വിവിധ കലാപരിപാടികളും മത്സരങ്ങളും സംഘടിപ്പിച്ചു.
ഓണക്കാലത്തിന്റെ അവധികൾ ആഘോഷമാക്കാൻ കുട്ടികൾ പോകുന്നതിന് മുന്നോടിയായിട്ടാണ് വെള്ളത്തുവൽ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇത്തവണ വിപുലമായ ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്. പുലികളിയും മാവേലിയും അണിനിരുന്ന റാലിക്ക് ശേഷമാണ് സ്കൂളിലെ ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. ചേമന്തിച്ചേല എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ ഉദ്ഘാടന യോഗത്തിൽ PTA പ്രസിഡന്റ് ഷാജി ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പൽ സിത്താര KM ഉദ്ഘാടനം നിർവഹിച്ചു. സാമ്പത്തികമായി ഒരുപാട് മുന്നിൽ നിൽക്കുന്നവരോ അങ്ങനെയുള്ള ഒരു സമൂഹമോ അല്ല കൂടുതലും നമ്മളോടുള്ളത്. അപ്പോൾ അത് നമുക്ക് ആ ബുദ്ധിമുട്ടുകൾ പലപ്പോഴും മറ്റു പല വകകളിലോട്ട് ചിലവുകൾ പോയി വരുമ്പോൾ കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാനും മറ്റു സാഹചര്യങ്ങൾ ഒരുക്കേണ്ടി വരുമ്പോൾ സാമ്പത്തികം തന്നെയാണ് ആഘോഷങ്ങൾക്ക് നിറം കെടുത്തേണ്ടി വരുന്ന ഒരു ഐറ്റം എന്ന് പറയുന്നത്. പക്ഷേ അതിനെല്ലാം ഒന്നിനും ഒരു കാര്യം തീരുമാനിച്ചാൽ അതിനെ ഒന്നും തടസ്സപ്പെടുത്താൻ പറ്റില്ല എന്ന് ഇത്രയും ശക്തമായിട്ട് നമ്മളെ തെളിയിച്ചു തരുന്ന മറ്റൊരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇത്രയും അടുത്ത് കണ്ടിട്ടില്ല. അത്തപ്പൂക്കളമടക്കമുള്ള മത്സരങ്ങളും സംഘടിപ്പിച്ചു. കലാപരിപാടികൾക്കും മത്സരങ്ങൾക്കും ശേഷം ഓണസദ്യയും കഴിച്ചാണ് അധ്യാപകരും കുട്ടികളും മടങ്ങിയത്. ഓണാഘോഷ കമ്മിറ്റി കൺവീനർ ചന്ദ്രബാബു KG, സന്തോഷ് കുമാർ, സിൻസൺ MA, രാജു KA, ജോർജ് K തോമസ് എന്നിവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, വെള്ളത്തുവൽ. ആലുവ മൂന്നാർ രാജപാതയും മലയോര ഹൈവേയും തുറക്കണമെന്നാവശ്യപ്പെട്ട് മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമായി നിലനിൽക്കെയാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് നടന്നത്. ജനകീയ മാർച്ച് അഡ്വക്കേറ്റ് A രാജ MLA ഉദ്ഘാടനം ചെയ്തു. കനത്ത മഴയെ അവഗണിച്ചും ആളുകളും ജനകീയ മാർച്ചിന്റെ ഭാഗമായി. രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യത്തിന് വീണ്ടും ശക്തിയാർജിക്കുകയാണ്. നിലവിൽ വനം വകുപ്പ് അധീനതയിൽപ്പെടുത്തിയിട്ടുള്ള ഈ പാതയിലൂടെ യാത്ര അനുവദനീയമല്ല. ഇടുക്കിയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും മാങ്കുളമടക്കമുള്ള കാർഷിക ഗ്രാമങ്ങളുടെ വികസനത്തിനും വിവിധ ആദിവാസി ഊരുകളുടെ അടിസ്ഥാന സൗകര്യവർദ്ധനവിനും സഹായകരമാകുന്ന റോഡിന്റെ നവീകരണം സാധ്യമാക്കി ഗതാഗതത്തിനായി തുറന്നു നൽകണമെന്നാണ് ആവശ്യം. ആലുവ മൂന്നാർ രാജപാതയും മലയോര ഹൈവേയും തുറക്കണമെന്നാവശ്യപ്പെട്ടാണ് മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചത്. പെരുമ്പൻകുത്തിൽ നിന്ന് കുറത്തിക്കുടിയിലേക്കാണ് ജനകീയ മാർച്ച് നടത്താൻ ലക്ഷ്യമിട്ടിരുന്നത്. ജനകീയ മാർച്ച് ഏകദേശം 1 കിലോമീറ്റർ ദൂരം പിന്നിട്ടതോടെ പോലീസ് മാർച്ച് തടഞ്ഞു. കനത്ത മഴയെ അവഗണിച്ച് നിരവധി ആളുകൾ ജനകീയ മാർച്ചിന്റെ ഭാഗമായി. ജനകീയ മാർച്ച് അഡ്വക്കേറ്റ് A രാജ MLA ഉദ്ഘാടനം ചെയ്തു. മൂവാറ്റുപുഴ സെക്ഷനിലാണ് ഇതിരിക്കുന്നത്. പിന്നീട് 1924 ആകുമ്പോൾ ഇവിടെ ഉണ്ടായ ഒരു മഹാപ്രളയത്തിൽ ഈ റോഡിന്റെ പല ഭാഗങ്ങളും തകർന്നു പോയപ്പോൾ അതൊന്നും നന്നാക്കിയിരുന്നെങ്കിൽ ഇന്ന് ഈ സമരം ചെയ്യേണ്ട വരുന്ന ആവശ്യം വരില്ലായിരുന്നു. അന്ന് പിന്നെ ആ റോഡ് വേണ്ട എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് രാജഭരണകാലത്ത് എത്തി. പിന്നീട് നമ്മുടെ ഔദാര്യം കൊണ്ടാണ് ഇന്ന് അടിമാലി മേഖലയിൽ മന്നാങ്കണ്ടം വില്ലേജിലൂടെ കടന്നു പോകുന്ന റോഡ് യാഥാർത്ഥ്യമായത്. മാങ്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത ആനന്ദൻ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മാങ്കുളം സെന്റ് മേരീസ് ഫെറോന പള്ളി വികാരി ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തി. കുട്ടമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് കാന്തി വെള്ളക്കയ്യൻ, കീരമ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഗോപി MP, മാങ്കുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിൽ ആന്റണി, പഞ്ചായത്ത് അംഗങ്ങൾ, CPIM അടിമാലി ഏരിയ സെക്രട്ടറി ചാണ്ടി P അലക്സാണ്ടർ, ഷാജി പയ്യാനിക്കൽ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ, വ്യാപാര സംഘടനാ ഭാരവാഹികൾ എന്നിവർ ജനകീയ മാർച്ചിൽ പങ്കെടുത്തു. റോഡ് തുറന്നാൽ യാത്രാ സൗകര്യം വർദ്ധിക്കുന്നതിനോടൊപ്പം ടൂറിസം, കാർഷിക, വ്യവസായ, വാണിജ്യ മേഖലകളിലും പുരോഗതിക്ക് കാരണമാകുമെന്ന് ഇവർ ചൂണ്ടിക്കാട്ടുന്നു. സിറ്റി വിഷൻ, അടിമാലി. ഇടവേള. ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി രാമക്കൽമേട്ടിനും കാറ്റാടിപ്പാടത്തിനും ഇടയിലുള്ള തൂക്കുപാലത്ത് സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇന്നിലാണ്. സാൻവിക ഇന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാണുന്ന ഒരേ സമയം 1000-ൽ പരം ആളുകളെ ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഈ ഒരു ഓഡിറ്റോറിയം ആണ്. നമുക്കൊരു ഗ്രൂപ്പ് ഇവന്റോ ഡെസ്റ്റിനേഷൻ മാരേജ് ഫംഗ്ഷനോ ഒക്കെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹാള് അതിന് പറ്റിയ ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി പേഴ്സണൽ ഫംഗ്ഷൻസ് ഒക്കെ മാറ്റി പ്രൊഫഷണൽ ഓർ ഒഫീഷ്യൽ പ്രോഗ്രാംസിനായിട്ടൊരു പ്ലേസ് ആണ് നോക്കുന്നതെങ്കിൽ ലൈക്ക് ബോർഡ് മീറ്റിംഗ്, ആനുവൽ മീറ്റിംഗ്, പ്രസന്റേഷൻ ഇതൊക്കെ നടത്താൻ
പറ്റിയ വെൽ എക്വിപ്ഡ് ആയിട്ടുള്ള ഈ കാണുന്ന ഒരു മീറ്റിംഗ് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി സ്റ്റേക്കേഷൻ നോക്കുന്നവർക്കാണെങ്കിൽ റൂംസിന്റെ കാര്യത്തിലും ഒരു ടെൻഷനും വേണ്ട കേട്ടോ. ഡിഫറെന്റ് കാറ്റഗറി ഓഫ് റൂംസ് സാൻവിക്കയിൽ അവൈലബിൾ ആണ്. ഡീലക്സ് റൂം ആണെങ്കിലും ഹണിമൂൺ കപ്പിൾസിന് സ്പെഷ്യൽ റൂം, ഇനി അതല്ല ഒരു ഫാമിലിക്ക് ആയിട്ടാണെങ്കിൽ നല്ല ജാക്കൂസിയും നല്ല വ്യൂ വരുന്ന ബാൽക്കണിയും ഒക്കെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള സ്യൂട്ട് റൂമും സാൻവിക്കയിലുണ്ട്. ഇനി എന്റർടൈൻമെന്റ് ഫുഡിന്റെ കാര്യത്തിലാണെങ്കിലും നോ കോംപ്രമൈസ്. യെസ്, ഇൻഹൗസ് സൂംബ ട്രെയിനിങ്, റെസ്റ്റോറന്റ്, പൂൾ, ക്യാമ്പ് ഫയർ, സൈറ്റ് സീയിങ് തുടങ്ങിയ എല്ലാ എന്റർടൈൻമെന്റ്സും സാൻവിക നമുക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. കേരളത്തിൽ പ്രകൃതി ഭംഗി ആസ്വദിച്ച് ഒരു ഡെസ്റ്റിനേഷൻ ഇവന്റ് സ്റ്റേക്കേഷൻ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിന് പറ്റിയ ഒരു ഇടമാണ് ഇടുക്കിയുടെ മടിത്തട്ടിൽ സ്ഥിതി ചെയ്യുന്ന സാൻവിക ഇൻ. അപ്പൊ എങ്ങനെ അടുത്ത ട്രിപ്പ് സാൻവിക്കയിലോട്ട് പ്ലാൻ ചെയ്യല്ലേ? ആദ്യമായിട്ടായിരുന്നു അവൾക്കൊരു സമ്മാനം വാങ്ങാൻ പോകുന്നത്. പക്ഷേ അവളുടെ ഇഷ്ടങ്ങളൊക്കെ മറ്റൊന്നായിരുന്നു. എനിക്ക് നിറവേറ്റാവുന്നതിലും അപ്പുറം. എന്റെ കുഞ്ഞു സമ്മാനങ്ങളൊന്നും അവളെ സന്തോഷപ്പെടുത്തിയില്ല. അപ്പോഴാണ് അവൾക്ക് നേരെ ആ കൈകൾ നീളുന്നത്. അന്ന് അവളുടെ മുഖത്ത് കണ്ട ചിരി അതൊരു വിശ്വാസത്തിന്റെ പാരമ്പര്യമാണ്. നിങ്ങളുടെ സ്നേഹം പോൽ പരിശുദ്ധമായ സ്വർണം വിശ്വസ്തയോടെ ആലുങ്കൽ ജ്വല്ലറി, NH റോഡ്, അടിമാലി. ഞങ്ങൾ നഗരമധ്യത്തിലല്ല, ജനമധ്യത്തിലാണ്. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. വീണ്ടും വാർത്തകളിലേക്ക്. വിനായക ചതുർത്ഥിയുടെ ഭാഗമായി തേനിയിൽ നടന്ന ഘോഷയാത്രയിൽ വേറിട്ട കാഴ്ചയായി അരിക്കൊമ്പൻ. കൃത്രിമമായി നിർമ്മിച്ച ആനയുടെ കഴുത്തിലാണ് അരിസിക്കൊമ്പൻ എന്ന പേര് തൂക്കിയ ഘോഷയാത്രയിൽ അണിനിരന്നത്. അരിക്കൊമ്പനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കുന്നതിനൊപ്പം ആഘോഷങ്ങളിൽ ആനക്കലിയുടെ ഇരകൾ ഉണ്ടാകാതിരിക്കട്ടെ എന്ന സന്ദേശം കൂടിയാണ് തുമ്പിക്കൈയും ചെവിയും ഒക്കെ ആട്ടി മുന്നോട്ട് നീങ്ങുന്ന തേനിയിലെ ഈ അരിസിക്കൊമ്പൻ പകർന്നു നൽകുന്നത്. തേനിയിൽ നടന്ന വിനായക ചതുർത്ഥി ഘോഷയാത്രയിലാണ് ഗണപതി വിഗ്രഹം നിമജ്ജനം ചെയ്യാനുള്ള ഘോഷയാത്രയുടെ മുന്നിൽ തലയെടുപ്പുള്ള അരിക്കൊമ്പൻ നിലയുറപ്പിച്ചത്. ആദ്യം തലയാട്ടി ആന തന്നെ നടന്നു വരുന്നതാണെന്ന് തോന്നുമെങ്കിലും അടുത്തെത്തുമ്പോഴാണ് ഒറിജിനൽ അല്ല ഡ്യൂപ്ലിക്കേറ്റ് എന്ന് മനസ്സിലാവുക. അതിലും അപ്പുറം കൗതുകം കഴുത്തിൽ കെട്ടിത്തൂക്കിയിരിക്കുന്ന പേരിലാണ്. കേരളത്തിൽ അരിക്കൊമ്പൻ, തമിഴ്നാട്ടിലെ അരിസിക്കൊമ്പനാണെന്ന കൗതുകം. വാദ്യമേളങ്ങളും കലാരൂപങ്ങളും ഒക്കെ അണിനിരുന്ന വലിയ ഘോഷയാത്രയിൽ എല്ലാത്തിനെയും മറികടന്ന് ആളുകൾക്ക് ആകർഷകമായി അരിസിക്കൊമ്പന്റെ യാത്ര. കേരളത്തിലും തമിഴ്നാട്ടിലും ഏറെ ഫാൻസുള്ള അരിക്കൊമ്പന്റെ രൂപം പ്രദർശിപ്പിക്കുക മാത്രമല്ല, വലിയൊരു സന്ദേശം കൂടിയാണ് ഇവർ നൽകുന്നത്. ആഘോഷങ്ങളിൽ ആനയിടഞ്ഞുണ്ടാകുന്ന അപകടങ്ങൾക്ക് ശേഷം ആചാരങ്ങളുടെ ഭാഗമായി ആന വേണോ എന്ന ചോദ്യത്തിന് ആചാരങ്ങൾ പോലെ തന്നെ സംരക്ഷിക്കേണ്ടതാണ് മനുഷ്യജീവൻ എന്ന ഉത്തരം കൂടിയാണ് അരിസിക്കൊമ്പൻ പകർന്നു നൽകുന്നത്. സിറ്റി വിഷൻ, തേനി. നെടുങ്കണ്ടം സേവാഭാരതിയുടെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ തലചായ്ക്കാനൊരിടം പദ്ധതിയുടെ ഭാഗമായി വീട് നിർമ്മിച്ചു നൽകി. കാലങ്ങളായുള്ള സ്വന്തമായ ഒരു വീടെന്ന സ്വപ്നം സാക്ഷാത്കരിച്ചതിന്റെ സന്തോഷത്തിലാണ് കോമ്പയാർ കല്ലൂരാത് ഷൈജി മാർട്ടിനും കുടുംബവും.
സന്നദ്ധ സേവന പ്രവർത്തന രംഗത്തും ആതുര സേവന മേഖലയിലും നിരവധിയായ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്ന നെടുങ്കണ്ടം സേവാഭാരതിയുടെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷന്റെയും നേതൃത്വത്തിലാണ് തലചായ്ക്കാനൊരിടം എന്ന ഭവന പദ്ധതി നടപ്പിലാക്കി വരുന്നത്. അർഹരായ കുടുംബങ്ങളെ കണ്ടെത്തിയാണ് ഓരോ കുടുംബത്തിൻ്റെയും വീട് എന്ന സ്വപ്നം ഇവർ സാക്ഷാത്കരിക്കുന്നത്. ഇത്തവണ ദമ്പതികളും 2 കുട്ടികളും അടങ്ങുന്ന കോമ്പയാർ കല്ലൂരാത്ത് ഷൈജി മാർട്ടിനും കുടുംബത്തിനുമാണ് തലചായ്ക്കാനൊരിടം സ്വന്തമായത്. വീടിന്റെ വെഞ്ചരിപ്പ് കർമ്മം ഫാദർ ജോസ് മാവേലിക്കുന്നേൽ നിർവഹിച്ചു. സേവാഭാരതി യൂണിറ്റ് പ്രസിഡന്റ് വേണുഗോപാൽ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി അനീഷ് കുമാർ സ്വാഗതം ആശംസിച്ചു. കലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി വിഭാഗം മലയാള അധ്യാപകൻ എസ് ജ്യോതിസ് താക്കോൽ ദാനം നിർവഹിച്ചു. ഇങ്ങനെ ഒരു ചടങ്ങിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞ് അറിയിച്ചത്. അത് ഇത്രയും നല്ല മഹത്തായ ഒരു കാര്യമായി എന്നുള്ളത് ഞാൻ വിചാരിച്ചു. എന്തായാലും ഇങ്ങനൊരു ചടങ്ങിൽ എന്നെ സംബന്ധിക്കാൻ സാഹചര്യം തന്നതിനുള്ള നന്ദി ആദ്യമേ നമ്മുടെ സേവാഭാരതിയുടെയും ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ്റെയൊക്കെ ആളുകളോട് പറയുന്നു. വീടിന്റെ മംഗളപത്രം മനോജ് രാമക്കൽമേട് ഷൈജുവിന് കൈമാറി. സേവാഭാരതി ഭാരവാഹിയായ റോബർട്ട് ജോസഫ് സേവാ സന്ദേശം നൽകി. BJP ജില്ലാ പ്രസിഡന്റ് ശ്രീ VC വർഗീസ്, ജില്ലാ സംഘടനാ സെക്രട്ടറി രാമചന്ദ്രൻ, ജില്ലാ സെക്രട്ടറി മഹേഷ് കുമാർ, ശിവപ്രസാദ്, സഹകാർ ഭാരതി ജില്ലാ പ്രസിഡന്റ് ഡാനിയൽ VK എന്നിവർ പങ്കെടുത്തു. നെടുങ്കണ്ടം സേവാഭാരതി യൂണിറ്റിന്റെ 2ാമത്തെ വീടാണ് നിർമ്മാണം പൂർത്തിയാക്കി താക്കോൽ കൈമാറിയത്. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. സംസ്ഥാന സർക്കാരിന്റെ ഓണം സഹകരണ വിപണിക്ക് രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ തുടക്കമായി. രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ കുരുവിള സിറ്റിയിൽ പ്രവർത്തനം ആരംഭിച്ച സഹകരണ വിപണിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ബോസ് P മാത്യു നിർവഹിച്ചു. ഓണക്കാലത്തോടനുബന്ധിച്ച് നിത്യോപയോഗ സാധനങ്ങളുടെ വിലവർദ്ധനവ് നിയന്ത്രിക്കുന്നതിനും പൊതുവിപണിയേക്കാൾ വിലക്കുറവിൽ ജനങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് സംസ്ഥാന സർക്കാർ കൺസ്യൂമർ ഫെഡിന്റെയും സഹകരണ സംഘങ്ങളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സഹകരണ ഓണം വിപണിക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. പൊതുവിപണിയേക്കാൾ 10 മുതൽ 40% വരെ വിലക്കുറവിലാണ് നിത്യോപയോഗ സാധനങ്ങൾ വിൽപ്പന നടത്തുന്നത്. 13 ഇനങ്ങൾ സർക്കാർ സബ്സിഡിയോടുകൂടിയും ലഭിക്കും. സെപ്റ്റംബർ 4 വരെയാണ് സഹകരണ വിപണികൾ പ്രവർത്തിക്കുക. ഇതിന്റെ ഭാഗമായി രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ കുരുവിള സിറ്റിയിൽ സഹകരണ ഓണം വിപണിക്ക് തുടക്കമായി. സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ ബാങ്ക് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ച സഹകരണ ഓണം വിപണിയുടെ ഉദ്ഘാടനം ബാങ്ക് പ്രസിഡന്റ് ബോസ് P മാത്യു നിർവഹിച്ചു. ഈ ഓണ വിപണിയിൽ നമുക്ക് സബ്സിഡി ഐറ്റം 13 ഐറ്റം സബ്സിഡി, സിവിൽ സപ്ലൈസിന്റെ 13 ഐറ്റം സബ്സിഡി ഉണ്ട്. അത് ഇപ്പം നീതി മെഡിക്കലിലെ മാവേലി സ്റ്റോറിൽ വിൽക്കുന്ന അതേ വിലയ്ക്ക്, അല്ലെ, മാവേലി സ്റ്റോറിൽ വിൽക്കുന്ന അതേ വിലയ്ക്ക് നമ്മൾ കൊടുക്കും. എല്ലാവരും ഈ ഓണ വിപണിയായിട്ട് സഹകരിക്കണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോർജ് അരീപ്ലാക്കലിന്റെ നേതൃത്വത്തിൽ നടന്ന വിപണന യോഗത്തിൽ ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ അബി കൂരാമ്പള്ളിയിൽ, ഷിൻഡോ പാറയിൽ, വർക്കി മീൻപള്ളിയിൽ, ബേബി പടിഞ്ഞാറേക്കുടിയിൽ, റോയി ചാത്തനാട്ട്, ബാങ്ക് ജീവനക്കാർ, സെക്രട്ടറി അമ്പിളി ജോർജ, സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു. സിറ്റി വിഷൻ, രാജകുമാരി. രാജക്കാട് എല്ലക്കൽ റോഡിൽ സാൻജോ കോളേജിന് സമീപം ഉണങ്ങി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ നടപടിയില്ല. നിരവധി വാഹനങ്ങളും കോളേജ് വിദ്യാർത്ഥികളും സഞ്ചരിക്കുന്ന റോഡിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ അടിയന്തരമായി മുറിച്ചു നീക്കണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി ആവശ്യപ്പെട്ടു. റോഡിനോട് ചേർന്നാണ് വൻമരങ്ങൾ ഉണങ്ങി ഏതു നിമിഷവും നിലംപൊത്താവുന്ന അവസ്ഥയിലുള്ളത്. കാലങ്ങളായി അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന നാട്ടുകാരും പൊതുപ്രവർത്തകരും ആവശ്യമുന്നയിച്ചെങ്കിലും അധികൃതർ ഇത് കണ്ട ഭാവം നടിക്കുന്നില്ല. മുമ്പ് സമാനമായി ഉണങ്ങി നിന്ന മരം കടപുഴകി കോളേജ് കെട്ടിടത്തിന് മുകളിലേക്ക് പതിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അപകട സാധ്യത ഒഴിവാക്കാൻ അടിയന്തരമായി മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോഷി കന്യാക്കുഴി ആവശ്യപ്പെട്ടു. കുഞ്ചിത്തള്ളി പോകുന്ന വഴിക്ക് സാൻജോ കോളേജിൻ്റെ അടുത്ത് 2 മരങ്ങൾ ഉണങ്ങി നിൽക്കുകയാണ്. നമുക്കറിയാം, 100 കണക്കിന് വാഹനങ്ങളും ആളുകളും അതിലെ യാത്ര ചെയ്യുന്ന റോഡാണ്. അതിലുപരി സാൻജോ കോളേജ് അതിൻ്റെ അടുത്താണ് വർക്ക് ചെയ്യുന്നത്. ആ കോളേജിൽ 100 കണക്കിന് കുട്ടികൾ പോവുകയും വരികയും ചെയ്യുന്നു. അതിലുപരി ആ റോഡിൻ്റെ സൈഡിൽ 11 kVയും ലൈനൊക്കെ പോകുന്നൊരു സ്ഥലത്താണ് ഈ മരം ഉണങ്ങി നിൽക്കുന്നത്. നമുക്കറിയാം, ആ മരം വീണ് കഴിഞ്ഞാൽ ഇവിടുത്തെ 11 kV ഉൾപ്പെടെയുള്ള പോസ്റ്റുകൾ ഒടിഞ്ഞ് ഒത്തിരി നഷ്ടങ്ങൾ ഉണ്ടാകുവാനും കറണ്ടില്ലാതെ വരികയും ചെയ്യുന്നു. അപകടകരമായി നിൽക്കുന്ന ഇത്തരം മരങ്ങൾ മഴക്കാലത്തിന് മുന്നേ ബന്ധപ്പെട്ട വകുപ്പുകൾ ഇടപെട്ട് മുറിച്ചു നീക്കണമെന്ന ജില്ലാ കളക്ടറുടെ ഉത്തരവിറങ്ങിയെങ്കിലും വഴിയോരങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു നീക്കുന്നതിന് അധികൃതർ ഒരു ഇടപെടലും നടത്തിയിട്ടില്ലെന്നും ജോഷി കന്യാക്കുഴി ആരോപിച്ചു. സിറ്റി വിഷൻ, രാജക്കാട്. രാജകുമാരി YMCA യൂണിറ്റിന്റെ ഓണാഘോഷവും പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും
നാളെ ഓഗസ്റ്റ് 30 നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഓണത്തിനോടനുബന്ധിച്ച് 25ഓളം കുടുംബങ്ങൾക്ക് ഓണക്കിറ്റുകളും എത്തിച്ചു നൽകും. സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്ന രാജകുമാരി YMCA യൂണിറ്റിന്റെ ഓണാഘോഷവും പുതിയ ഭരണസമിതിയുടെ സ്ഥാനാരോഹണവും കുടുംബസംഗമവും സാമൂഹ്യ സേവന പദ്ധതികളുടെ ഉദ്ഘാടനവും ഓഗസ്റ്റ് 30 രാവിലെ മുതൽ രാജകുമാരി മാർ ബസോലിയോസ് പാരിഷ് ഹാളിൽ നടത്തപ്പെടുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. നിർധനരായ രോഗികൾക്കുള്ള സഹായ വിതരണം, പാവപ്പെട്ടവർക്കുള്ള കിറ്റ് വിതരണം, അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവാർഡ് വിതരണം, വിദ്യാഭ്യാസ സഹായധന വിതരണം, അതുപോലെ തന്നെ ഹരിതകർമ്മസേനയിലെ അംഗങ്ങളെ ആദരിക്കൽ, പെയിൻ ആൻഡ് പാലിയേറ്റീവിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന കേരള റീജിയണൽ ചെയർമാൻ പ്രൊഫസർ അലക്സ് തോമസ് ഓണാഘോഷവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്യും. ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം രാജകുമാരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ ബിജു നിർവഹിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉഷാകുമാരി മോഹൻകുമാർ ഓണ സന്ദേശം നൽകും. YMCA നേതാക്കൾ, ജനപ്രതിനിധികൾ, സാമൂഹിക സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. സിറ്റി വിഷൻ രാജകുമാരി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പള്ളി കമ്മിറ്റി ഭാരവാഹികൾക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി ഇടവക അംഗം. ഇടവകയിൽ ഒറ്റപ്പെടുത്തുകയും മാനസികമായി പീഡിപ്പിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നതായി ആരോപണം. ശക്തമായ മഴയിൽ റോഡ് ചെളിക്കുണ്ടായി മാറിയതോടെ കാൽനടയായി പോലും കടന്നുപോകാൻ കഴിയാതെ യാത്രാ ദുരിതം അനുഭവിക്കുകയാണ് ചിന്നക്കനാൽ 301 ഉന്നതിയിലെ ആദിവാസി കുടുംബങ്ങൾ. ആലുവ മൂന്നാർ രാജപാതയും മലയോര ഹൈവേയും തുറക്കണമെന്നാവശ്യപ്പെട്ട് മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജനകീയ മാർച്ച് സംഘടിപ്പിച്ചു. രാജപാത തുറന്നു നൽകണമെന്ന ആവശ്യം. വിനായക ചതുർത്ഥിയുടെ ഭാഗമായി തേനിയിൽ നടന്ന ഘോഷയാത്രയിൽ വേറിട്ട കാഴ്ചയായി അരിക്കൊമ്പൻ. കൃത്രിമമായി നിർമ്മിച്ച ആനയുടെ കഴുത്തിലാണ് അരിസിക്കൊമ്പൻ എന്ന് പേര് തൂക്കി ഘോഷയാത്രയിൽ അണിനിരന്നത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.